കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്റർ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിട്ട് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ദെൻ അതിന്റെ സ്കോപ്പ് എന്താണ്, ദെൻ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ, അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ആഡഡ്, ദെൻ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ, ദെൻ എക്കണോമിക് വാല്യൂ ആഡഡ്, ദെൻ അതേപോലെ തന്നെ ഇന്റേണൽ ഗ്രോത്ത് റേറ്റ്, ദെൻ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. വിത്ത് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് EVA, അതായത് എക്കണോമിക് വാല്യൂ ആഡഡും അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ആഡഡ്, ഈ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ബാലൻസ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് തിയറി ആയിട്ടാണ് വന്നിട്ട്, അതായത് നമ്മുടെ EVA എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ആഡഡ് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ എന്താണ്, IGR എന്താണ്, SGR എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങളുടെ 2 വെയിറ്റേജ് ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 വെയിറ്റേജിന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ EVA നിങ്ങൾക്ക് 3 വെയിറ്റേജിനും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ EVA പ്രോബ്ലം ആസ് വെൽ എസ് തിയറി 3 വെയിറ്റേജിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം ഇതിൽ പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെയും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയും രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ അപ്ലിക്കേഷൻ ടു സ്ട്രാറ്റജിക് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ ടെക്നിക് ഇൻ ഓർഡർ ടു ഹെൽപ്പ് അച്ചീവ് ദ ഡിസിഷൻ മേക്കേഴ്സ് ഒബ്ജക്റ്റീവ് എന്നുള്ളതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മളുടെ ഈ സ്ട്രാറ്റജിസ്റ്റ് ഈ ഡിസിഷൻ മേക്കിംഗ് അതേപോലെ തന്നെ മറ്റുള്ള വാല്യൂ ക്രിയേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്ട്രാറ്റജിസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. ആ അപ്പോയിന്റ് ചെയ്ത വ്യക്തി നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള അനാലിസിസും കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അതേപോലെ തന്നെ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റുള്ള അനാലിസിസ് നടത്തിയതിനു ശേഷം ഒരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ് വിത്ത് എ സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഒരു പെർസ്പെക്റ്റീവിന്റെ ബേസിസിൽ നമ്മളുടെ മാനേജ്മെന്റിന്റെ ഫിനാൻസിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വെൽത്തിന് വേണ്ടിയിട്ടും യൂസ്ഫുൾ ആണ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഗമായിട്ട് വരും. വെൽത്ത് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയുടെ ബേസിസിൽ വരുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈവൻ ഇതിന്റെ മെത്തഡോളജീസിന്റെ ബേസിസിലായാലും ടെക്നോളജിയുടെ ബേസിസിലായാലും ഡിസിഷൻ മേക്കിംഗിന്റെ ബേസിസിലായാലും. ഓക്കെ, ദെൻ അതിനുശേഷം ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഗ്രോത്ത് ആണ്, ഈവൻ ഇൻ ദ ലോങ് റണ്ണിന്റെ ബേസിസിൽ വരികയാണെങ്കിലും. ഓക്കെ, ദെൻ പ്രോസസ്സിന്റെ ഇവാലുവിംഗ് പ്രോസസ്സിനെല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതായത് ലൈക്ക് ദ കണ്ടിന്യൂസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും എന്നത് ഓൾറെഡി കുറെ കൊല്ലങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് പറയുന്നത്. മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചസിലെല്ലാം നമ്മൾ പിന്നെ പറയുന്നത് കൺസ്റ്റന്റ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ട്, അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് വന്നാൽ അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ ലോങ് ടേമിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനും അതിന് മോണിറ്ററിംഗ് ചെയ്യാനും എല്ലാം ഹെൽപ്ഫുൾ ആണ്. ദെൻ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ക്വാളിറ്റേറ്റീവ് ബേസിസിലും ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവിന്റെ ബേസിസിലും ജഡ്ജ്മെന്റിന്റെ ബേസിസിലെല്ലാം നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ടെല്ലാം ആണ് നമ്മളുടെ ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മുടെ അനലിറ്റിക്കൽ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ഈ റിസൾട്ട് ഓറിയന്റഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവർക്കും ഏകദേശം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതൊക്കെ ആയിരിക്കും അവരുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ ഇതെന്ന് പറയുന്ന ഒരു റിസൾട്ട് ഓറിയന്റഡിന്റെ ബേസിസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ഓഫർ സൊല്യൂഷൻ.
സൊല്യൂഷൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതിന് സൊല്യൂഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ പ്രോബ്ലം നമുക്ക് അനാലിസിസ് ചെയ്യാനുമായിട്ട് ഇതിലൂടെ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇതിന് ശേഷം പറയുന്നത് ഇതിന്റെ സ്കോപ്പാണ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് ആയിട്ടാണ് നമ്മൾക്ക് പറയുന്നത്. ഒന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഡിസിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആദ്യത്തെ സ്കോപ്പാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് വേണ്ടി നമ്മൾ ഓൾറെഡി ഇതിന്റെ തിയറി പറഞ്ഞപ്പോൾ തന്നെ പറയണ്ടായിരുന്നു, അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഡിസിഷൻസിന് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷന് വേണ്ടി, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിന്റെ ഡിസിഷന് വേണ്ടിയിട്ട്. ദെൻ ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഡിസിഷൻ. ലിക്വിഡിറ്റി മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി കൺവേർട്ട് ഇൻ ടു ക്യാഷ് എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതിന്റെ വേരിയസ് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മളിവിടെ ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷന് വേണ്ടി ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ക്രിയേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വരുന്നതാണ് ഒരു സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റേറ്റസിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്ട്രാറ്റജിക് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെന്റിന്, സ്ട്രാറ്റജിക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സ്കോപ്പ് ആയിട്ട് നമ്മൾക്ക് പറയുന്നത്. ദെൻ ഇതിന് നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ, SVC എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഈ SVC എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എക്കണോമിക് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി. ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഹോൾഡേഴ്സിനെയാണല്ലോ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരാണല്ലോ നമ്മളുടെ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റിയുടെ ഒരു ടോട്ടൽ എക്കണോമിക് വാല്യൂവിനെയാണ് നമ്മുടെ SVCയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദ കമ്പനി ഈസ് നോൺ ആസ് ദ കോർപ്പറേറ്റ് വാല്യൂ വൈൽ ദ വാല്യൂ ഓഫ് ദ ഇക്വിറ്റി പോർഷൻ ഈസ് നെയിംഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ ഇക്വിറ്റിയുടെ എക്കണോമിക് വാല്യൂ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇതിനെ നമ്മൾ കോർപ്പറേറ്റ് വാല്യൂ എന്ന് കൂടി പറയും. ഇതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് പറയുന്നത് ഇതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ദെൻ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മളൊരു ഷെയർ ഹോൾഡറുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെന്താന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇപ്പോൾ ഗ്ലോബലി നമ്മൾക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ. സോ ആ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡിന്റെ ബേസിസിലോട്ട് പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ വേരിയസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ഹൈലി ഈൽഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്ലോബലി ഇൻക്രീസിംഗ് ലെവൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. ആദ്യമൊക്കെ നമ്മൾ ട്രഡീഷണൽ ഇൻവെസ്റ്റേഴ്സും പാസീവ് എർലിഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ബേസിസിൽ ഒരു വാല്യൂ ക്രിയേഷൻ നോക്കിയിട്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ കൂടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ഓണേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടബിലിറ്റി, അതേപോലെ തന്നെ കോർപ്പറേറ്റ് വാല്യൂ എക്സിക്യൂഷൻ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സിക്യൂട്ടീവ് ലെവലത്തെ കോമ്പൻസേഷൻ ലെവലും അതേപോലെ തന്നെ വെൽ പോപ്പുലൈസ്ഡ് ആയിട്ടുള്ള ലെവൽസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ വാല്യൂസ് ഇവിടെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതിനുശേഷം ബിസിനസ് പ്രസിഡന്റ് എംബിസൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ ഇൻ ദ പെർഫോമൻസ് റേറ്റിംഗ് എക്സസൈസ്. ഒരു പെർഫോമൻസ് കമ്പനിയുടെ പെർഫോമൻസ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് എക്സസൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രേറ്റർ അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റ് ആണ് അപ്രോച്ചസ് ഫോർ മെഷറിംഗ് ഷെയർ ഹോൾഡർ വാല്യൂ. ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 അപ്രോച്ചസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. മാർക്കോൺ അപ്രോച്ച്, അൾക്കർ അപ്രോച്ച്, ദെൻ MC ഹിൻസി അപ്രോച്ച് എന്നുള്ള 3 അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ മാർക്കോൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ROE, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ സോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ മാർക്കോൺ അപ്രോച്ച് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ EV മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർക്കോൺ അപ്രോച്ച് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മാർക്കോൺ മോഡൽ ഷെയർ ഹോൾഡർ വെൽത്ത് ക്രിയേഷൻ ഇസ് മെഷേർഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ആൻഡ് ദ ബുക്ക് വാല്യൂ ഓഫ് എ ഫേംസ് ഇക്വിറ്റി. ഒരു ഫേമിന്റെ ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്, അതേപോലെ തന്നെ ബുക്ക് വാല്യൂ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മാർക്കോൺ അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ആൾക്കർ അപ്രോച്ച് ആണ്. ആൾക്കർ അപ്രോച്ച് എന്ന് പറയുന്നത്
ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഈ മാനേജ്മെന്റ് വാല്യൂവിന്റെ ബേസിസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതേപോലെ തന്നെ ഈ ക്യാഷ് ഫ്ലോ അനാലിസിസിന്റെ ബേസിസിലൊക്കെയാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ one estimate future cash flow of the firm over a reasonable time period. Okay, then assign a terminal value at the end of the period, estimate the cost of capital, and then estimate the value of the firm by calculating the present value of this estimated cash flow എന്നുള്ളതിനെയാണ് ആൾക്കർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മളൊരു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്നുള്ളത് ഓവർ റീസണബിൾ ടൈം പീരിയഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം ഒരു ടെർമിനൽ വാല്യൂ എൻഡ് ഓഫ് ദ പീരിയഡിൽ ഒരു ടെർമിനൽ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അത് അസൈൻ ചെയ്തതിന് ശേഷം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ആ എസ്റ്റിമേഷൻ കഴിഞ്ഞതിന് ശേഷം വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ്? പ്രസന്റ് വാല്യൂ എസ്റ്റിമേഷന്റെ ബേസിസിൽ. ഓക്കെ, ഒരു ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ ആദ്യം എടുക്കുന്നത്. ആ ക്യാഷ് ഫ്ലോ എടുത്തതിന് ശേഷം ആ ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂ എന്താന്ന് നോക്കും, അതിന്റെ ഒരു റീസണബിൾ ടൈമിന്റെ ബേസിസിൽ. അതേപോലെ തന്നെ ടെർമിനൽ വാല്യൂ എൻഡ് ഓഫ് ദ പീരിയഡിന്റെ ടെർമിനൽ വാല്യൂ എന്താന്ന് നോക്കും. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താന്ന് നോക്കും. ദെൻ ഫേമിന്റെ വാല്യൂ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ ബേസിസിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ ആൾക്കർ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഈ ആൾക്കർ അപ്രോച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 റീസൺസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഇസ് conceptually sound as it employs the discounted cash flow framework. ഓക്കെ, ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ആണ് ആൾക്കർ ഹാവ് മെയ്ഡ് അവൈലബിൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു പോപ്പുലറൈസ് ദയർ അപ്രോച്ച്. അതായത് അവരുടെ അപ്രോച്ച് തന്നെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിട്ട് കൊണ്ടുവന്നത് കൂടിയാണ് ഈ ആൾക്കർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ അപ്രോച്ചിന് ഷോർട്ട് കമ്മിങ്സ് ലൈക്ക് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഒരു 2 കാര്യം പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് മാർജിൻ ഓൺ സെയിൽ. ഇറ്റ് ഈസ് ജനറലി റിക്കഗ്നൈസ്ഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ഗുഡ് ഇൻഡെക്സ് ഫോർ കമ്പാരിറ്റീവ് പർപ്പസ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സെയിൽസ് എന്നുള്ളതിന്റെ ബേസിസിലാണ്. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മളുടെ കമ്പാരിറ്റീവ് പർപ്പസിന് ഹെൽപ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ അതിനുശേഷം പറയുകയാണെങ്കിൽ ഇതൊരു വെർബൽ മോഡലായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് നീഡ്ലെസ്ലി കമ്പയർ സം, ഹെൻസ് ഇറ്റ് ഈസ് റിക്വയർ ഫയർലി ഇൻവോൾവ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതായത് നമ്മൾ യാതൊരു ആവശ്യമില്ലാതെ 2 തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നു. അതേപോലെ തന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത് പറയുന്ന അപ്രോച്ചാണ് എംസി ഹിൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളുടെ മാനേജ്മെന്റ് വാല്യൂ ബേസ്ഡിൽ വരുന്ന ഒരു അപ്രോച്ച് തന്നെയാണ്. മാനേജ്മെന്റ് വേർ ബൈ ദ കമ്പനീസ് ഓവറോൾ ആസ്പിറേഷൻ, അനലിറ്റിക്കൽ ടെക്നിക് ആൻഡ് മാനേജ്മെന്റ് പ്രോസസ് are all aligned to help the companies maximize its value by focusing decision making on the കീ ഡ്രിവൻ വാല്യൂ. അതായത് നമ്മളുടെ മാനേജ്മെന്റ് വാല്യൂവിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ആ മാനേജ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓവറോൾ ആസ്പിറേഷൻ, അനലിറ്റിക്കൽ ടെക്നിക്, അതേപോലെ തന്നെ മാനേജ്മെന്റ് പ്രോസസ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ മാക്സിമൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളുടെ എംസി ഹിൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എംസി ഹിൻസി അപ്രോച്ചിന് ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം എന്ന് പറയുന്നത് എൻഷുർ ദ സൂപ്പർമെസി ഓഫ് ദ വാല്യൂ മാക്സിമൈസേഷന്റെ സൂപ്പർമെസി എന്താന്നുള്ളത് നമ്മൾ നോക്കണം. അതിനുശേഷം വാല്യൂ ഡ്രൈവേഴ്സ് എന്താന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ 3ാമത്തെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷ് അപ്രോപ്രിയേറ്റ് മാനേജീരിയൽ പ്രോസസ് എന്താന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മുടെ വാല്യൂ ബേസ്ഡ് മാനേജ്മെന്റ് ഫിലോസഫി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള 4 സ്റ്റെപ്പിലൂടെയാണ് എംസി ഹിൻസി അപ്രോച്ച് പറയുന്നത്. ഓക്കെ.